All glory to God. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും ഈ കുടിവരവിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളിലാണല്ലോ നമ്മളായിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ആത്മാവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് ആണല്ലോ നാം ചിന്തിച്ച് വരുന്നത്. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് തുടങ്ങിയ ആ ഭാഗം തുടർന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയരെ, വളരെ വളരെ ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. കാരണം ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാനും എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പണ്ട് മനസ്സിലാക്കി വച്ചിരുന്ന ആ കാര്യങ്ങള് തെറ്റായിരുന്നു. അങ്ങനെയല്ല. ആ വചനഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ സന്തോഷം തോന്നി. കൃത്യമായ ദൈവവചനത്തിന്റെ അറിവ് നമ്മളെ കറക്റ്റായ ഡയറക്ഷനിലൂടെ നടത്തും. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ വചന പഠനം നമ്മൾ ഇത്രയ്ക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഇത്ര സീരിയസ് ആയിട്ട് വരുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്, അല്ലെ? ഞാൻ ആ ഭാഗം വേഗം വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാവുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമ്മൾ അതില് 11 വരെയുള്ള ഭാഗം നാം ചിന്തിച്ചു. 12-13 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട്. ഈ ഭാഗത്ത് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളിൽ വസിക്കുന്നത് കൊണ്ട് അതിന്റെ ഫലമായി അപ്പസ്തോലൻ പറയുക, നാം ജീവിക്കും. പാപം നിമിത്തം നമ്മുടെ ഈ ശരീരം മർത്യമാണെങ്കിലും ആത്യന്തികമായി ഈ ശരീരത്തിനും ഒരു രൂപാന്തരം ഉണ്ടാകും, ജീവനിലേക്ക് കടക്കും. കാരണം അപ്പസ്തോലൻ പറയുക, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ നമ്മിൽ വസിക്കുന്നു. ഈ 2 കാര്യങ്ങളാ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്പമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. ഹല്ലേലൂയ. നമ്മുടെ ഈ മർത്യ ശരീരവും രൂപാന്തരം പ്രാപിച്ചുയർക്കും എന്ന അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുക. അതിന്റെ ഉറപ്പും അതിന്റെ മാതൃകയായിട്ടും നമ്മുടെ കർത്താവിന്റെ ആ ഉയർപ്പിനെയാണ് അപ്പോസ്തലൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. അതാണ് ആ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ഒന്നാമത് നമുക്ക് അപ്പോസ്തലൻ പറയുന്നത് ജീവനുണ്ട്. നമ്മുടെ ആത്മാവിന് ജീവനുണ്ട്. മാത്രമല്ല നമ്മുടെ മർത്യ ശരീരം ഉയർപ്പിക്കപ്പെടാൻ പോവുകയാണ്. ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്നത് കൊണ്ടുള്ള 2-ാമത്തെ ഫലമാണ് അതിന്റെ 12-ഉം 13-ാമത്തെ വാക്യം. 12-ാമത്തെയും 13-ാമത്തെ വാക്യം, അവിടെ ആ 2-ാമത്തെ ഫലം. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. ആദ്യം അപ്പോസ്തലൻ ജീവനെ കുറിച്ച് പറഞ്ഞു. 2-ാമത് അപ്പോസ്തലൻ പറയുക, we have an obligation, അല്ലെങ്കിൽ നമുക്കൊരു കടമുണ്ട്.
എന്താണ് കടം? അങ്ങനെയല്ലേ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? നാം കടക്കാരാകുന്നു. നമുക്ക് കടം ഉള്ളത് എന്തിനല്ല? അതവിടെ എഴുതിയിരിക്കുന്നത് ജഡത്തിനല്ല, നമ്മുടെ ജഡ സ്വഭാവത്തിനല്ല നാം കടക്കാർ. ഞാനത് ഹല്ലേലൂയ വ്യക്തമാക്കാം. നമ്മുടെ പാപ സ്വഭാവത്തിനല്ല കടക്കാർ. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, നമ്മൾ ദൈവമക്കളാകുന്നതിന് മുൻപ്, നമ്മളെ നീതീകരിക്കുന്നതിന് മുൻപ് നമ്മുടെ കടം, അല്ലെങ്കിൽ we had an obligation to the sinful nature within us. പക്ഷേ അപ്പോസ്തലൻ പറയുക, ഇപ്പോൾ നിങ്ങൾ ജഡത്തിനല്ല കടക്കാര്, കാരണം ഈ ആത്മാവ് നമ്മളിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുന്നു. ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ഇൻ us. അപ്പോസ്തലൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഹോളി ലൈഫ് ഈസ് എ built-in process in every child of God. Holy life, because the Holy Spirit is in us, holy life is a built-in process of every believer or the child of God. Hallelujah. കാരണം നാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്തിനായി നാം വേർതിരിക്കപ്പെട്ടത് കൊണ്ട് ദൈവമുൻപാകെ ഒരു വിശുദ്ധ ജീവിതം കഴിപ്പാൻ നാം കടംപെട്ടിരിക്കുന്നു. ഇത് അപ്പോസ്തലൻ പറയുന്നത്. എനിക്കറിയാം, ഞാനിത് ഇങ്ങനെ അങ്ങ് പറഞ്ഞാല് നമുക്കത് മനസ്സിലാവില്ല. കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോമൺ മലയാളം ലാംഗ്വേജിൽ നമുക്കത് അത്ര മനസ്സിലാവാനായിട്ട് എളുപ്പമല്ല. നമുക്ക് പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 12-13 വാക്യങ്ങൾ, റോമാലേഖനം 8-12-13 വാക്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനാണ് നാം കടപ്പെട്ടിരിക്കുന്നത്. നാം ആത്മാവിനോടാണ് നമുക്കിനി ഒബ്ലിഗേഷൻ ഉള്ളത്, കടപ്പാടുള്ളത്. അതുകൊണ്ട് നാം നമ്മുടെ പാപ സ്വഭാവം, എന്നിലുള്ള ജഡ സ്വഭാവം, ജഡം എന്താണെന്ന് ഞാൻ 1-2-3 ആഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ജഡ സ്വഭാവത്തിനല്ല, അല്ലെങ്കിൽ ജഡ സ്വഭാവം, എന്നിലെ പാപ സ്വഭാവം പറയുന്നത് കേട്ടല്ല ഞാൻ ഇനി ജീവിക്കേണ്ടത്. പിന്നെയോ ആത്മാവ് പറയുന്നത് അനുസരിച്ച് വേണം ജീവിക്കാൻ. കാരണം 8-13 പറയുക, ജഡത്തെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പാപ സ്വഭാവത്തിന് ചെവി കൊടുത്ത് അത് പറയുന്നത് കേട്ട് അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്റെ ക്രിസ്തുയേശുവിൽ പ്രിയരെ, അപ്പോസ്തലൻ പറയുക, നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം ചിലതിനെ മരിപ്പിച്ച, അല്ലെങ്കിൽ ചിലതിന് മരിച്ച ഒരു ജീവിതമാണ്. കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ എന്റെ ഉള്ളങ്ങളിൽ വസിക്കുന്ന ആത്മാവ് പറയുന്നത് അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ചിലതിനൊക്കെ മരിച്ച ജീവിതമായിരിക്കും നാം ജീവിക്കുന്നത്. അങ്ങനെ ഒരു മരിക്കുന്ന ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിക്കും. അതെന്താ അങ്ങനെ പറയുന്നത്? വ്യക്തമാക്കാം. എന്നാല് നിങ്ങൾ ചിലതിന്, അല്ലെങ്കിൽ നമ്മുടെ ചില ജഡ സ്വഭാവത്തിന് കടപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും.
അതാ 13-ാമത്തെ വാക്യം. There is a kind of life that leads to death, but there is a kind of death that leads to life. Hallelujah. റോമാലേഖനം 8:13 പറയുക, ഒരു തരത്തിലുള്ള ജീവിതം നമ്മെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ മറ്റൊരു തരത്തിലുള്ള മരണം നമ്മെ ജീവനിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ബ്രദറെ, പക്ഷെ ലോകം അങ്ങനെയല്ലല്ലോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെയല്ലല്ലോ. ലോകം പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണമെന്നല്ലേ, ഒന്ന് ചൊവ്വയെ ഒന്ന് ജീവിക്കണം. പക്ഷെ വേദപുസ്തകം പറയുന്നത് നീ അങ്ങനെ ജീവിച്ചാ മരിക്കാൻ പോകുമെന്നാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ആരുടെയെങ്കിലും മുതുകിൽ ചവിട്ടിയാണെങ്കിൽ ഒന്ന് കേറി ഒന്ന് നിൽക്കണം, ആ സ്ഥാനത്തേക്കൊന്ന് കേറണം, ആ പൊസിഷനിൽ ഒന്ന് എനിക്ക് എത്തണം, ആ കസേരയൊന്ന് കൈപ്പിടിക്കുള്ളിലാക്കണം. അതാ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാനായിട്ടുള്ള ത്വരയാണ്. വചനം പഠിപ്പിക്കുന്നത് നീ അങ്ങനെ ജീവിച്ചാ മരിക്കാൻ പോവാന്നാ. എന്റെ പ്രിയരെ, എങ്കിൽ നീ ശരിക്കും മരിക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ, ശരിക്കും നാം മരിക്കുന്നുവെങ്കിൽ ഈ വചനപുസ്തകം പറയുക നീ ജീവിക്കാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇത് നാം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണേ. ഞാനും എൻ്റെ അജ്ഞതയുടെ കാലത്ത് ഇതിനെയും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. എന്താണ് മരിപ്പിക്കുക എന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ മോർട്ടിഫിക്കേഷൻ എന്നാ പറയുന്നത്. മോർട്ടിഫിക്കേഷൻ, മരിപ്പിക്കുക, മരിപ്പിച്ചുകൊണ്ടുള്ള ക്രിസ്തീയ ജീവിതം. നമ്മൾ ഈ വാക്യം നോക്കിക്കേ, ആ 13-ാമത്തെ വാക്യം മാത്രം നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ 2 വാക്കുകളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. 2 വാക്ക് ശ്രദ്ധിച്ചോ. അതിന്റെ 13-ാമത്തെ ആദ്യ ഭാഗത്തൊരു വാക്ക് ജഡം, അതിന്റെ 2-ാമത്തെ ഭാഗത്ത് ശരീരം. ജഡം എന്ന് പറഞ്ഞാല് ഞാൻ വിശ്വസിക്കാൻ നിങ്ങൾക്കറിയാം, നമ്മുടെ പാപ സ്വഭാവം, ജഡ സ്വഭാവം, അതാ ജഡം, നമ്മുടെ പാപ പ്രകൃതം. റോമാലേഖനം തുടർമാനമായിട്ട് 8 വരെയുള്ള അധ്യായം വരെ പഠിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം ഇപ്പോൾ എന്താണ് ജഡം എന്ന് വെച്ചാൽ. ഹല്ലേലൂയ. പാപ സ്വഭാവം. ഹല്ലേലൂയ. ആത്മസ്വഭാവമുള്ളവൻ, ജഡസ്വഭാവമുള്ളവൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിനായി ചിന്തിക്കുന്നവൻ, ജഡത്തിനായി ചിന്തിക്കുന്നവൻ, ഉയരങ്ങളിലുള്ളത് ചിന്തിക്കുന്നവൻ, കീഴേ ഉള്ളത് ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവൻ. പല നിലകളിൽ ഇതിനെ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ശരീരം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ ശരീരം, ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഈ മജ്ജയും മാംസവും ഉള്ള നമ്മുടെ ശരീരം. ആ 2 വാക്കുകളും ആ ഒറ്റ വാക്യത്തിൽ അപ്പോസ്തലനോട് ഉപയോഗിച്ചിട്ടുണ്ട്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, രണ്ടാമത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന നിങ്ങൾ മരിക്കും. രണ്ടാമത് ജഡത്തിന്റെ പ്രവൃത്തികളെ എന്നല്ല, ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ജീവിക്കും. ഹല്ലേലൂയ. ജഡ
ജഡത്തെ അനുസരിച്ച് ശരീരത്തിന്റെ പ്രവർത്തികളെ ആ നിലയ്ക്ക് കൊണ്ടുപോയാൽ നീ മരിക്കാൻ പോവാ. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് ശരീരത്തിന്റെ പ്രവർത്തികളെ നീ നിയന്ത്രിച്ചാൽ ജീവിക്കാൻ പോവാ. മറ്റൊരു വാക്കി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോസ്തലൻ അവിടുന്ന് ഇവിടെ ഈ 13ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പോൾ അങ്ങ് ജഡത്തെയും ശരീരത്തെയും കുറിച്ച് പറയുന്നുവല്ലോ. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് പല ക്രിസ്ത്യൻ ഡിനോമിനേഷനിലും കാണുന്നത് പോലെയും പല ഡിനോമിനേഷൻസും പഠിപ്പിക്കുന്നത് പോലും പല എപ്പിസ്കോപ്പൽ ചർച്ചുകള് പഠിപ്പിക്കുന്നത് പോലെ ഒരു അസെറ്റിക് പ്രാക്ടീസ് ആണോ അപ്പോസ്തലൻ സെയിന്റ് പോൾ അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു എല്ലാത്തിനെയും വിട്ട് വേർപാടോടെ ഒരു സന്യസ്ത ജീവിതം, സാധു ജീവിതം ആണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഈ വാക്യത്തിലൂടെ? മരിപ്പിക്കൽ എന്ന് വെച്ചാൽ ആ നിലയിലാണോ അപ്പോസ്തലൻ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വേദപുസ്തകത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായിരിക്കണം പ്രിയരെ. അപ്പൊ മരിപ്പിക്കൽ എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. മരിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ മരിപ്പിക്കുക എന്നുള്ളത് എന്തല്ല എന്ന് ആദ്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. എന്തല്ല മരിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. 13ാമത്തെ വാക്യത്തിൽ പറയുക, ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു. ശരീരത്തെ, ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള നമ്മുടെ ശരീരത്തെ ചുമ്മാ അങ്ങ് ദണ്ണിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ശരീരത്തെ വേദനിപ്പിച്ച് സുഖം, സാറ്റിസ്ഫാക്ഷൻ ഉള്ള ചില ഗ്രൂപ്പുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. കല്ലിന്റെ മുകളിൽ കൂടി മുട്ടിന്മേൽ നീന്തുന്ന വിശ്വാസികളെ കണ്ടിട്ടില്ലേ? കിടന്ന് ഉരുളുന്ന വിശ്വാസികളെ കണ്ടിട്ടില്ലേ? എന്റെ പ്രിയരെ, സെൽഫ് മോർട്ടിഫിക്കേഷൻ, മരിപ്പിക്കുക എന്ന് വെച്ചാൽ, എന്ന് പറഞ്ഞാൽ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നതല്ല. നമ്മുടെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ക്രിസ്തീയ ചിന്താഗതികളിലും ക്രിസ്തീയ പഠിപ്പിക്കലുകളിലും കണ്ടിട്ടുണ്ട്. ശരീരത്തെ വേദനിപ്പിച്ച്, ഞാൻ ഏതോ ഒരു സെയിന്റ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം വായിച്ചപ്പോൾ, ബെഡില്ലാതെ അത് പലകമേല് അതിന്റെ കീഴില് കല്ലുകൾ, കൂർത്ത കല്ലുകളൊക്കെ വെതറിട്ട് അതിന്റെ മുകളിൽ ബെഡ്ഷീറ്റ് ഇട്ട് കിടന്നുറങ്ങുന്നു. നമ്മുടെ നാട്ടിലെ ചില ചർച്ചുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കൂലേ, ചർച്ചിന്റെ ചുറ്റും വട്ടം വെച്ച് നീന്തുന്ന ആൾക്കാരെയും കല്ലെടുത്ത് വെച്ച് തല ചുമന്നുകൊണ്ട് പോകുന്ന ആൾക്കാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയരെ, നമുക്ക് ദൈവമക്കളായ നമുക്ക് വചനത്തെക്കുറിച്ചുള്ള തിട്ടമുള്ള നമുക്ക് ഇതിന്റെ കൃത്യമായ അർത്ഥം പറഞ്ഞ്, ശരീരത്തെ വേദനിപ്പിക്കുന്നതല്ല, ശരീരത്തെ വേദനിപ്പിക്കുന്നതല്ല മോട്ടിഫിക്കേഷൻ. ബ്രദറെ, അപ്പൊ ഈ വാക്യമോ, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ചടിമയാക്കി അത്രേ ഞാൻ ചെയ്യുന്നത് എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ വാക്യമോ ബ്രദറെ, അത് ഒത്തുപോകുന്നില്ലല്ലോ. ഞാൻ വിശദമാക്കാം. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ശരീരത്തിന്റെ നൈസർഗികമായ, നാച്ചുറൽ ആയിട്ടുള്ള ആവശ്യങ്ങളെ ഹീനമായി കരുതുകയും മുഴുവനായി അതിനെ പരിത്യജിക്കുകയും ചെയ്യുന്നതല്ല മോർട്ടിഫിക്കേഷൻ. കൃത്യമായിട്ട് കേൾക്കണേ. ശരീരത്തിന്റെ നൈസർഗികമായിട്ടുള്ള ആവശ്യങ്ങളെ അതിനെ
ഹീനമായിട്ട് ചീത്തയായിട്ട് കരുതുകയും മുഴുവനായിട്ട് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതും അല്ല മോർട്ടിഫിക്കേഷൻ. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ, ഗോഡ് ഗിവൻ അപ്പിറ്റൈറ്റ്സ്, അതിനെ കംപ്ലീറ്റ്ലി ത്യജിക്കുന്നതല്ല മരിപ്പിക്കൽ. പക്ഷെ ഞാൻ ഇവിടെ ഒന്നുകൂടി ചേർത്തോട്ടെ. എന്നാൽ if somebody is specifically called even for a celibate life, specifically called, do that. Nothing wrong in it. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണം. If somebody is specifically called for a celibacy life, do that. No problem. Nothing wrong in it. അപ്പോ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അങ്ങ് ഈ മരിപ്പിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ അങ്ങ് എന്താ അർത്ഥമാക്കുന്നത്? എന്റെ പ്രിയരെ, ഒരു ഒരു ദൈവ മകളുടെ ജീവിതത്തിൽ നിശ്ചയമായും ഖണ്ഡിതമായും നിശ്ചിതമായും ചെയ്യേണ്ട ഒരു കാര്യമാ ഈ മരിപ്പിക്കുക എന്നത്. ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാ മരിപ്പിക്കുക, മരിപ്പിച്ചുള്ള ജീവിതം. കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവമകന്റെ ഒരു സിയോനിലേക്കുള്ള യാത്രയിൽ ആയിരിക്കുന്ന ഒരു ദൈവമകന്റെ ജീവിതത്തിൽ നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാ എന്ന നിലയിൽ ആ ദൈവവചനം പഠിപ്പിക്കുന്നത് മരിപ്പിച്ചുള്ള ജീവിതം. ഇതിനെക്കുറിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതല്ല മരിപ്പിക്കൽ. പക്ഷെ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ചേർത്തോട്ടെ എൻ്റെ ക്രിസ്തുയേശുവിൽ ദൈവമക്കളെ. ഈ നമ്മുടെ ശരീരത്തിന്റെ ന്യായമായ ആവശ്യങ്ങളും നമ്മളെ പാപത്തിലേക്ക് നയിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ആഹാരം കഴിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ ന്യായമായ ആവശ്യമാണ്, ഭക്ഷണം. പക്ഷെ എനിക്കിഷ്ടമുള്ള ഭക്ഷണം സമയത്തും അസമയത്തും എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ അതിനെ അതിഭക്ഷണം അല്ലെങ്കിൽ ഗ്ലട്ടണി എന്നാ പറയുന്നത്. അതിഭക്ഷണം എന്താന്നാ വചനം പഠിപ്പിക്കുന്നത്? അതിഭക്ഷണം പാപമാണ്. ഭക്ഷണം എന്റെ ശരീരത്തിന് ആവശ്യമായ ന്യായമായ ദൈവം തന്നിട്ടുള്ള, ദൈവം എന്നിൽ ഇൻബിൽറ്റ് വെച്ചിട്ടുള്ള കാര്യം ആഹാരം കഴിക്കുക എന്നുള്ളത് അത് ന്യായമായ ആവശ്യമാണ്. പക്ഷെ അതും എന്നെ പാപത്തിലേക്ക് നയിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു ഉദാഹരണം പറഞ്ഞാല്, ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, ദൈവം വെച്ചിട്ടുള്ള കാര്യമാണ് ഉറക്കം. പക്ഷെ സമയത്തും അസമയത്തും 2 മിനിറ്റ് 5 മിനിറ്റ് കിട്ടുമ്പോൾ അപ്പോഴൊക്കെ ഉറങ്ങുകയാണെങ്കിൽ അതിനെ നമ്മള് സ്ലോത്ത്ഫുൾനെസ് എന്നാ പറയുന്നല്ലേ, സ്ലോത്ത്ഫുൾനെസ്. ഹല്ലേലൂയ. അത് പാപമാണ്. അപ്പൊ അവന്റെ പ്രിയരെ, ഈ മരിപ്പിക്കുക എന്ന് വെച്ചാൽ, മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്.
ശരീരത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ, പക്ഷേ ഇറ്റ് ക്യാൻ ലീഡ് ടു സിൻ. ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എന്നിൽ എന്താണ് ഈ നിലയിൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമെന്നുള്ളത് നാം കണ്ടെത്തി അതിനെ അതൊരു തിന്മയാണെന്ന് നാം തിരിച്ചറിഞ്ഞ് മനഃപൂർവമായിട്ട് അതിനെ ത്യജിക്കുന്നതാ എൻ്റെ പ്രിയരെ മരിപ്പിക്കൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? എൻ്റെ ശരീരത്തെ അനാവശ്യമായിട്ട് ദണ്ഡിപ്പിക്കുന്നതോ, ശരീരത്തെ വേദനയോടെ കടത്തിവിടുന്നതോ, ശരീരത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ ഇനി ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ക്രിസ്തീയ ഗോളങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും ഒരു കാലം വരെ അങ്ങനെയാ കരുതിയിരുന്നത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാല്, സെക്ഷുവൽ ഡിസയർ in a human being is very natural. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് എക്സ്റ്റേണൽ പുറത്തു നിന്നുള്ള ആ ഫോഴ്സിനാൽ ഒരു സെലിബേറ്റ് ലൈഫ് ജീവിക്കേണ്ടി വരുന്നത് അതെന്തോ വലിയ കാര്യമാണെന്ന് ഇൻഫ്ലേറ്റ് ചെയ്ത് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതൊന്നും അല്ല ശരിക്കും മരിപ്പിക്കൽ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതിയ എന്റെ പ്രിയൻ, ശരിക്കും മരിപ്പിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിക്ക്, കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് തടസ്സം വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിനെ മനഃപൂർവ്വം അതിനെ നാം ആദ്യം തിന്മയാണെന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റാ. അത് തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുകയുള്ളൂ. തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് മനഃപൂർവ്വമായിട്ട് അതിനെ ത്യജിക്കണം. ഇതാ ക്രിസ്ത്യൻ മോർട്ടിഫിക്കേഷൻ. ഇതാ 5:24 പറയുന്നത്, ഗലാത്യ ലേഖനം 5:24 പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5:24 പറയുന്ന ഈ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മളോട് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു വിശദീകരണമാണ്. കാരണം കർത്താവ് പറഞ്ഞു, എന്ത്? ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് അവന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇതാ കർത്താവ് പറഞ്ഞത്, അല്ലേ? ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ഈ റോമൻ ബാക്ക്ഗ്രൗണ്ടില് ക്രൂശ് എടുക്കുക എന്ന് വെച്ചാല് that is as equal as death. ഒരുവൻ ക്രൂശ് എടുക്കുന്നുണ്ട് എങ്കിൽ അത് ഫോർ ഷുവർ ടു ഡെത്ത് ആണ്. അവൻ മരിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. റോമൻ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ക്രൂശ് എടുക്കുക എന്ന് വെച്ചാൽ അവൻ മരിക്കാനായിട്ട് പോവുകയാണ്. There is no coming back to life. അപ്പോ കർത്താവ് പറയുക, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് അവന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കട്ടെ. ഞാനിതൊക്കെ മനസ്സിലാക്കിയിരുന്നത്, കർത്താവിനെ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്നവൻ അവനൊരു
ഒരു മാർട്ടിടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയാകാൻ പോവുകയാണ്. അങ്ങനെ ഒരു ലൈഫ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കോൾഡ് ലൈഫ് ഉണ്ട്. അത് ചിലരെ പ്രത്യേകമായിട്ട് അതിനെ വിളിച്ചിട്ടുണ്ട്, സാക്ഷികളാവാനായിട്ട്, മരണത്തോളം സാക്ഷികളാകാനായിട്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് അനേകം ദൈവദാസന്മാരെ, കർത്താവിന് വേണ്ടി വയലിൽ വേല ചെയ്യുന്ന സഹോദരി സഹോദരന്മാരെ കാണുന്നുണ്ട്. എത്രയോ സഹോദരി സഹോദരന്മാർ ഈ ഈ ഈ ഈ യാത്രയിൽ എത്രയോ പേർ രക്തസാക്ഷികളായി, കർത്താവിന്റെ ക്രൂശ് എടുത്ത് ലിറ്ററലി മരിച്ച്. ഹല്ലേലൂയ. അപ്പൊ ക്രൂശ് എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയരെ, മരിക്കാൻ റെഡിയാണോ എന്ന് വെച്ചാൽ എന്താ? ഞാനിപ്പോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ഹല്ലേലൂയ, എന്റെ സ്വർഗീയ യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ ഞാൻ കണ്ടെത്തി തിന്മയെന്നറിഞ്ഞ് മനഃപൂർവ്വം അതിനെ ത്യജിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാ ഒരു ട്രൂ ക്രിസ്ത്യൻ ലൈഫ്. അവനാ ശരിക്കും ക്രോസ് എടുത്തു വരുന്നവൻ. അതാ ഈ മരിപ്പിക്കൽ. പറയുന്നത് മനസ്സിലാവുന്ന കരുതുക. എന്തിനെയാ മരിപ്പിക്കേണ്ടത്? ശരീരത്തിന്റെ പ്രവർത്തികളെ. ശരീരത്തിന്റെ പ്രവർത്തികൾ എന്താ ബ്രദറെ? അത് തെറ്റാണോ? നോ, ഞാനതാ പറഞ്ഞത്. ശരീരത്തിന്റെ പ്രവർത്തികൾ അത് അതിൽ തന്നെ ന്യൂട്രൽ ആണ്. ദൈവം അത് നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നതാ. പക്ഷെ അതിനെ, ശരീരത്തിന്റെ പ്രവർത്തികളെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഉറക്കം, ഭക്ഷണം, സംസാരം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെ നമ്മുടെ ജഡം ഉപയോഗിക്കും. നമ്മുടെ പാപ സ്വഭാവം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ ഉപയോഗിക്കാൻ തുടങ്ങും. അതരുതെന്നാ പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തിയാണ്, പക്ഷെ അതിഭക്ഷണം അരുത്, അത് പാപമാണ്. എങ്ങനെയാ അതിഭക്ഷണത്തിലേക്ക് പോകുന്നത്? ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനെ, നമ്മിലുള്ള ജഡ സ്വഭാവം, അതിന് നമ്മൾ കീഴ്പ്പെട്ട് അതിഭക്ഷണത്തിലേക്ക് പോകും. അത് പാപമാണ്. കാരണം അപ്പോസ്തലൻ പറയുക, നിങ്ങളെ ജഡ സ്വഭാവത്തിന് കീഴടങ്ങരുത്. കാരണം നിങ്ങൾ കടക്കാരായിരിക്കുന്നത് ജഡത്തിനല്ല, മറിച്ച് ആത്മാവിനാണ്. ഹല്ലേലൂയ. ശരീരത്തിന്റെ പ്രവൃത്തികൾ അത് അല്പം കൂടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകാമെന്ന് കരുതുക. എൻ്റെ കണ്ണുകൾ, എൻ്റെ കാലുകൾ, എൻ്റെ കരങ്ങൾ, എൻ്റെ കാതുകൾ, എൻ്റെ നാവ്, ഇതെല്ലാം ഉണ്ടല്ലോ, എൻ്റെ പാപ സ്വഭാവത്തിന് ഉപയോഗിക്കാനുള്ള ആയുധമാക്കാൻ, അങ്ങനെ ആ നിലയിൽ ആയുധമാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കണ്ണുകൊണ്ടും കാലുകൊണ്ടും കരങ്ങൾ കൊണ്ടും നാവ് കൊണ്ടും ഈ കാതുകൊണ്ടൊക്കെ ഞാൻ ദൈവത്തെ സേവിക്കേണ്ടതിന് ഉപയോഗിക്കേണ്ടതിന് പകരം എൻ്റെ ഈ അവയവങ്ങളെ പാപപ്രകൃതത്തിന് ആയുധമാക്കാൻ, അല്ലെങ്കിൽ പാപപ്രകൃതത്തിന് ആയുധമാക്കുമ്പോൾ ഞാൻ ജഡത്തെ സേവിക്കുകയാണ്. ഇവിടെയാ മരിപ്പിക്കൽ വേണ്ടത്, ഇവിടെയാ മരിപ്പിക്കൽ നടക്കേണ്ടത്. ഇങ്ങനെ മരിപ്പിച്ചുള്ള ജീവിതത്തെ ആ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുക. ഇത് ശരിക്കും ഒരു മരിപ്പിക്കലാ. ലോകം അങ്ങനെയല്ല. അതാ പറഞ്ഞത്, ലോകം എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം എന്ന് പറയുമ്പോ ഇവിടെ അങ്ങനെ ജീവിച്ചാൽ നീ മരിക്കും. പക്ഷേ അതിനെയൊക്കെ കൺട്രോൾ, അതിന് നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിത്യമായി ജീവിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയരെ, വചനം പറയുന്നത് സത്യമാ, സത്യമാ, സത്യമാ. ഇവരാ നിത്യമായിട്ട് ജീവിക്കാൻ പോകുന്നത്. ഇവരാ
കർത്താവ് നേരിട്ട് നമ്മളോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്നവൻ തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കട്ടെ. അല്ലാതെ 3-4-5 മീറ്റർ നീളമുള്ള മരത്തിൽ ക്രൂശ് തോളത്ത് വെച്ച് നടക്കുന്നതിനല്ല ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്നത്. അത് ഈസിയാ. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടല്ലോ എന്തൊക്കെ കോപ്രായ നാട്ടിൽ കിടക്കുന്നത്. വേ ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എന്തൊക്കെ, ഐ ഫീൽ അഷെയിംഡ്, ഐ ഫീൽ പിറ്റി. എന്തൊക്കെ കോപ്രായ. ഇതാണോ കർത്താവ് പറയുന്നത്? അതല്ല, വചനം അതല്ല പഠിപ്പിക്കുന്നത്. ഈ ഭാഗം നിങ്ങൾ വായിച്ച് ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിന്റെ, നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഫാക്കൽറ്റീസിനെ കൺട്രോൾ, അതിനെ മരിപ്പിച്ച് ജീവിക്കുക. അതാ ക്രൂശ് എടുത്ത് ജീവിക്കുക. അതല്ലേ ശരിക്കും ക്രോസ്, അതല്ലേ ശരിക്കും ക്രൂശ്. ഓക്കെ, അപ്പോസ്തലൻ സെയിന്റ് പോൾ, വി അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഹൗ? എങ്ങനെയാ അപ്പസ്തലനെ ഞങ്ങൾ മരിപ്പിക്കേണ്ടത്? ഈ മരിപ്പിക്കൽ എങ്ങനെയാ സംഭവിക്കേണ്ടത്? അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. എന്റെ പ്രിയരെ, ഇതിൽ നമുക്കൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഡിസയർ, നമ്മുടെ ഡിസിഷൻ, നമ്മുടെ ഡിറ്റർമിനേഷൻ ഇതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഡിസയർ, ഡിസിഷൻ, ഡിറ്റർമിനേഷൻ. എൻ്റെ നാവിന്മേൽ, എൻ്റെ കാലിന്മേൽ, എൻ്റെ കരങ്ങളിന്മേൽ ആദ്യം ഞാൻ ഡിസൈഡ് ചെയ്യണം. എന്നാലും എനിക്കറിയാം എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന്. എൻ്റെ ദൈവത്തിന് അറിയാം, ഞാൻ ഡിസൈഡ് ചെയ്താലും എന്നെ കൊണ്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അതാ ഇവിടെ പറയുന്നത്, ആത്മാവിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സി 13-ാം വാക്യം നോക്കിയേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ. നമുക്കൊരു ഫാക്കൽറ്റി എക്സ്ട്രാ ഉണ്ട്. ദൈവമക്കൾക്ക് എപ്പോഴും ഫാക്കൽറ്റി ദൈവം ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആത്മാവിനാൽ നീ തന്നെ ശ്രമിച്ച കുറച്ചു നാളൊക്കെ നിൽക്കും. ആത്മാവിനാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇത് ആത്മാവിനാൽ നടക്കണം. ഹല്ലേലൂയ. അപ്പൊ മരിപ്പിക്കൽ നടക്കുന്നത് ആത്മാവിനാൽ നമ്മുടെ ഉള്ളങ്ങളിൽ. അതിന് നമ്മുടെ നമ്മുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. കാരണം ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-13 വാക്യത്തില് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. ഞാനാ ഡിസയർ ചെയ്യുന്നത്, ഞാനാ ഡിസൈഡ് ചെയ്യുന്നത്, എങ്കിലും ഇത് ദൈവത്തിന്റെ ആത്മാവ്, ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് ദൈവത്തിന്റെ കൃപയാലാ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷെ എങ്കിലും ഇതിനകത്ത് എന്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. എന്റെ പ്രിയരെ, ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് അല്പം മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം. ചില ദുശ്ശീലങ്ങളുണ്ടല്ലോ, ചില ചീത്ത പാപ സ്വഭാവങ്ങൾ, ദുശ്ശീലങ്ങൾ നമ്മൾ തന്നെ ഇരുന്ന ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. നമ്മൾ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് പൂർത്തീകരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുന്നു. പക്ഷെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് ചിലരെയൊക്കെ കണ്ടുമുട്ടുമ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത്. കാണുന്നത് ൊക്കെ നോ പറയുക എന്നുള്ളത് നമ്മളൊരു ആക്റ്റീവ് ഡിസിഷൻ അതിനകത്ത് എടുക്കണം. ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മളൊരു ആക്റ്റീവ് ഡിസിഷൻ എടുക്കണം. ഹല്ലേലൂയ.
നമ്മൾ യോസേഫിന്റെ ജീവിതത്തെ കണ്ടില്ലേ? യോസേഫ് അവിടെ പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്നോണ്ടല്ല അതിനെ ജയിക്കാൻ ശ്രമിച്ചത്, ഓടിപ്പോയാ കളഞ്ഞു. അതിന്റെ പുതപ്പ് പോലും വിട്ട് ഓടിപ്പോയെന്ന് പറയുന്നല്ലേ, തന്റെ ഉടുപ്പ് പോലും കളഞ്ഞു ഓടിപ്പോയി. പൂച്ചയെ ഉണക്കമീൻ കൊണ്ട് അടിച്ച പൂച്ച ഓടൂ? പൂച്ചയെ ഉണക്കമീൻ കൊണ്ട് അടിച്ച പൂച്ച ഒരിക്കലും ഓടത്തില്ല, അടിക്കാൻ നമ്മൾ വിഷമിക്കുന്നേ ഉള്ളൂ. എന്റെ പ്രിയ, വി നോ വേർ വി ആർ വൾണറബിൾ. വേർ ഐ ആം വൾണറബിൾ ഐ നോ. വേർ യു ആർ വൾണറബിൾ യു നോ. ആത്മാവിങ്ങ വന്നിട്ട് എന്നാ ബൈജു ബ്രദറെ, ആത്മാവ് വന്നിട്ട് എന്നെ അങ്ങ് ബോധം കെടുത്തി കയ്യും കാലൊക്കെ കൂച്ചി കെട്ടി എടുത്തോണ്ടൊന്നും പോകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അതിനകത്തുണ്ടെന്ന്, അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. ഹല്ലേലൂയ. ഈ മരിപ്പിക്കലിൽ എൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. When my spirit say no, I have to listen to it and I should say no. പതിമൂന്നാം അധ്യായം അതിന്റെ 14 വാക്യം നോക്കിയാൽ, റോമാലേഖനം 13:14, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇതല്ലേ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തില് ഗിരിപ്രഭാഷണത്തിൽ വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്? ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം, നിങ്ങളൊന്ന് കേൾക്കുക. പുസ്തകം കയ്യിലുള്ളവർ ഒന്ന് എടുത്താൽ നോക്കിയാൽ വളരെ സന്തോഷം. 29-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 5-ാം അധ്യായം 28 മുതൽ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലങ്കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്തു കളയുക. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നാ? കൈ കൊണ്ട് കണ്ണിട്ട് കുത്തിയിട്ട് കണ്ണ് കുറച്ച് ദൂരെ കളയണമെന്നാണോ? ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് പഠിച്ച ആ ഒരു വചനഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാക്യം ഒന്ന് ചിന്തിച്ചേ. ഇതെങ്ങനെയാന്ന് നോക്കിക്കേ. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ ഒഴുകുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളെ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്ര. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയും. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്ര. ഹല്ലേലൂയ. അപ്പോ വലങ്കണ്ണ് എറിഞ്ഞു കളയുക, കൈ വെട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന ഇടം, നമ്മൾ സ്പർശിക്കുന്ന നമ്മുടെ സ്പർശനം, നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നു എങ്കിൽ നാം എന്ത് ചെയ്യണം? നാം പോകാതിരിക്കുക, സ്പർശിക്കാതിരിക്കുക, അങ്ങോട്ട് നോക്കാതിരിക്കുക. മനഃപൂർവ്വമായി നാം ഒഴിയണമെന്നാ പറഞ്ഞത്. ചൂഴ്ന്നെടുത്ത് കളയാന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് നാം ചെയ്യണം. അവിടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എനിക്കുണ്ട്. വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ നാം മനഃപൂർവ്വമായിട്ട് ചെയ്യണം. അതല്ലേ അവിടെ അർത്ഥമാക്കുന്നത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കിക്ക്. അവതാണ് പഠിപ്പിക്കുന്നത്. There is an active participation from my side. ഹല്ലേലൂയ. അപ്പോ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലതിനെയൊക്കെ ഒഴിവാക്കുക. അതിന്റെ ഒരു സൈഡാണ്. വൺ സൈഡ് ഓഫ് ദ കോയിൻ. ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ, അതുകൂടെ പറഞ്ഞു നിർത്തിക്കോട്ടെ. ഇതിനൊരു പോസിറ്റീവ് വശം ഉണ്ട്. നെഗറ്റീവ് സൈഡ് നിങ്ങളത് ഒഴിവാക്കുക, പോകാതിരിക്കുക, കാണാതിരിക്കുക, നോക്കാതിരിക്കുക, ചെല്ലാതിരിക്കുക, ഇടപെടാതിരിക്കുക, ഒഴിഞ്ഞു മാറി നിൽക്കുക. ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്. കൊലോസ്യ ലേഖനം 3:1 ഇങ്ങനെയാണ്. ഹല്ലേലൂയ.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ആത്മാവിനുള്ളത് ചിന്തിക്കുക. ഉള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയാ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയരങ്ങളിലുള്ള ചിന്തകളാൽ നിറയ്ക്കുവിൻ. നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ അന്വേഷണം, നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ആ നിലയിലേക്ക് ആയിത്തീരട്ടെ. നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഡിസ്കഷൻസ് നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ പറ്റുമ്പോഴൊക്കെ നമുക്ക് ആ നിലയിലുള്ളതായിരിക്കാൻ സാധിക്കട്ടെ. രണ്ടുപേർ ഒന്നിച്ചു കൂടുമ്പോൾ കുറ്റം പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോവുക. ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രസീവായിട്ട് നയിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. ഫിലിപ്പി ലേഖനം 4:8 നമ്മൾ കാണുന്നു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മൾ ചിലതിനെ മനഃപൂർവമായിട്ട് നാം ഒഴിവാക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം നാം ചിലതിനെ മനഃപൂർവമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. നമ്മളൊരു ഉപമ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, കർത്താവ് ഒരു ഭൂതഗ്രസ്തന്റെ ഭൂതങ്ങളെ ഒഴിവാക്കി, അത് പോയിട്ട് പിന്നെ ഒരു 100-ലധികം ഭൂതമായിട്ട് തിരിച്ചു വന്നു. എംപ്റ്റി ആയിട്ട് കിടക്കരുത്. നമ്മൾ ഒഴിവാക്കി, പക്ഷെ രമ്യമായത്, സത്യമായത്, നിർമ്മലമായത്, ഹല്ലേലൂയ, അങ്ങനെയുള്ള കാര്യങ്ങളാൽ നമ്മെ, ഹൃദയത്തെ, സത്കീർത്തിയായത്, ഘനമായത്, ഇതിനാൽ നിറയ്ക്കണം. Why Apostle Saint Paul? Mortification is so important in a Christian life. Apostle പൗലോസേ, ഈ മരിപ്പിക്കൽ എന്താ ക്രിസ്തീയ ജീവിതത്തിൽ ഇത്ര വലിയ പ്രാധാന്യമായിട്ടുള്ളത്? കാരണം ഇതിന് വ്യക്തമായ പരിണിത ഫലമുണ്ട് പ്രിയരെ. അതാ 12-ാമത്തെ വാക്യത്തിൽ, 13-ാം വാക്യത്തിൽ, റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 8:13 ഇതിന് വ്യക്തമായ ഒരു പരിണിത ഫലമുണ്ട്. ഈ മരിപ്പിക്കലിലൂടെ മാത്രമേ വാസ്തവമായ ജീവൻ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. കർത്താവ് അതിനെ, എന്നെ അനുഗമിക്കുന്നവൻ തന്റെ ക്രൂശ് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് പിൻഗമിക്കട്ടെ. There is no other way. ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് വെച്ചാൽ മരിപ്പിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന് നൈസർഗികമായ ന്യായമായ ആവശ്യങ്ങൾ എന്നെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ അതിനെ ഞാൻ കണ്ട് തിരിച്ചറിഞ്ഞ് അതിനെ തിന്മയെന്ന് മനസ്സിലാക്കി അതിനെ മനഃപൂർവ്വമായിട്ട് ഉപേക്ഷിച്ചുള്ള ജീവിതം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, കർത്താവുമായിട്ട് നമുക്ക്, നമ്മുടെ പ്രിയനുമായിട്ട് നമുക്ക് ആ ഒരു ഊഷ്മളമായ ബന്ധം, ഒരു സമൃദ്ധിയായ ജീവൻ. ഞാൻ ഇന്നത് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചോ, ഈ നിലയിലുള്ള എൻ്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ ഞാൻ മരിപ്പിക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് ആ ഒരു 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 വാം റിലേഷൻ അനുഭവിക്കാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും അതെ. കർത്താവുമായിട്ട് ആ വാം റിലേഷനിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റാത്തത് ഇനിയും നമ്മുടെ ജീവിതത്തിൽ മരിപ്പിക്കാത്ത പല കാര്യങ്ങളുണ്ട്. എൻ്റെ ശരീരത്തിന്റെ പ്രവൃത്തികൾ പലതിനും ഞാൻ മരിപ്പിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും വന്നിരിക്കുന്നു. എന്താ പ്രിയരെ സമൃദ്ധിയായ ജീവൻ? ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വർഷങ്ങളായിട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലേ? തളർന്നിങ്ങനെ, അവരുടെ കണ്ണ് തുറക്കും, തലയൊക്കെ ചിലപ്പോൾ ഒന്നിങ്ങനെയൊക്കെ നനക്കും. ആർ ദേ സ്റ്റിൽ അലൈവ്? ദേ ആർ സ്റ്റിൽ അലൈവ്. എന്നാല് സമൃദ്ധിയായ ജീവനില്ല.
ചാടി ഓടി കളിച്ച് നിന്ന് നടന്ന് പ്രവർത്തിക്കുന്ന സമൃദ്ധിയായ ജീവൻ. ആത്മീയ ജീവിതത്തില് ഞാൻ എവിടെയാണ്? ജീവനൊക്കെ എന്തൊക്കെയോ എന്നിലുണ്ട്, പക്ഷെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത സമൃദ്ധിയായ ജീവൻ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൽ ഇനിയും എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിലയിൽ നമ്മൾ ജീവിക്കണം പ്രിയരെ. അവരാ സ്വർഗരാജ്യത്തിൽ എത്തുന്നത്, അവരാ കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുന്നവർ, അവരാ നിത്യജീവനിലേക്ക് കടക്കുന്നവർ, അവരാ ദൈവത്തിന്റെ ആ ആ പുത്രന്റെ ആ കൂട്ടു സഹോദരന്മാരായിട്ട് നമ്മൾ മാറുന്നത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ, കൃപ നമുക്ക് നൽകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. ഹല്ലേലൂയ.